തിരിച്ചെത്തുന്നു. പശ്ചിമ ബംഗാളിൽ ബലാത്സംഗത്തിന് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി നിയമസഭയിൽ അവതരിപ്പിച്ചു. അനുമതിയില്ലാതെ കോടതി നടപടികളടക്കം റിപ്പോർട്ട് ചെയ്താൽ 5 വർഷം വരെ തടവും ബിൽ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ മേഘന മുരളി നൽകും. മേഘന, സുപ്രധാന നീക്കമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി നടത്തിയിരിക്കുന്നത്. ബലാത്സംഗത്തിന് വധശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഈ ബില്ലിൽ പറയുന്നത്? മറ്റു വ്യവസ്ഥകൾ എന്താണ്? വിവരങ്ങൾ എന്താണ്? വിജി, പശ്ചിമ ബംഗാൾ മമതാ സർക്കാരിന്റെ ഒരു പ്രതിരോധ പരിഹാര നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഈ ബിൽ നിയമമാക്കാനുള്ള നടപടിക്രമങ്ങൾ അത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വനിതാ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. അത് ഇന്ന് നിയമസഭയിൽ നിയമമന്ത്രി മെലോ ഘട്ടക് അവതരിപ്പിക്കുകയും അത് നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ കൂടെ പിന്തുണയോടുകൂടി തന്നെ ഗവർണറുടെ അനുമതിക്കായി അയക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായും അപരാജിത വുമൺ ആൻഡ് ചൈൽഡ് ബിൽ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ബില്ലിന് പ്രധാനപ്പെട്ട ഒരു അമെൻമെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭേദഗതി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ഈ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്താൽ കുറഞ്ഞത് 20 വർഷം തടവ് അല്ലെങ്കിൽ വധശിക്ഷ. പിന്നീട് ഈ ഒരു സംഭവം നടന്ന് വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കണം. കുറ്റപത്രം സമർപ്പിച്ചാൽ ഉടൻ വിചാരണ നടപടികൾ പൂർത്തിയാക്കി ഈ ശിക്ഷ ഉറപ്പാക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ നിയമത്തിൽ പറയുന്നുണ്ട്. കൂടാതെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോടതി നടപടികൾ, ഇത്തരം വിചാരണകൾ നടക്കുന്ന സമയത്ത് കോടതി നടപടികൾ അനുമതിയില്ലാതെ റിപ്പോർട്ട് ചെയ്താൽ 3 വർഷം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കും. കൂടാതെ ഇരയുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ചിത്രങ്ങളോ പുറത്തുവിട്ടാൽ അതിനും കടുത്ത ശിക്ഷയും നടപടികളും ഉണ്ടാകും. ഇതാണ് ഈ ബില്ലിൽ മമതാ ബാനർജി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് എത്രത്തോളം, അതായത് ഗവർണർ അംഗീകരിക്കുമോ എന്ന കാര്യം തന്നെയാണ് വലിയ സംശയമായി നിലനിൽക്കുന്നത്. കാരണം പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന് മാത്രമായി ഇത്തരം ശിക്ഷാ നിയമങ്ങൾ ഭേദഗതി വരുത്താൻ കഴിയുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ തന്നെ വരുമ്പോൾ ഗവർണർ ഇത് അംഗീകരിക്കാനോ ഒപ്പിടാനോ സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു ബില്ലിന്റെ മെറിറ്റ് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബില്ലിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് മമതാ ബാനർജി ഇന്ന് നിയമസഭയിൽ സംസാരിച്ചതും ഇത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ക്രൂര പീഡനങ്ങൾക്ക് അല്ലെങ്കിൽ ബലാത്സംഗത്തിനിരയാകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പോരാട്ടം എന്ന രീതിയിലാണ്. കൂടാതെ ഉത്തർപ്രദേശിലെ ഉന്നവോ അടക്കമുള്ള സംഭവങ്ങൾ, ഉന്നവോ പീഡന കേസ് അടക്കം പറഞ്ഞുകൊണ്ടാണ് മമതാ ബാനർജി ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. അതായത് ഉന്നവ പീഡന കേസിൽ BJP മൗനം പാലിക്കുന്നു, BJPയുടെ ഒരു വലിയ തരത്തിലുള്ള ഒരു അലംഭാവം ഈ കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം മമതാ ബാനർജി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കൂടാതെ എന്നാൽ ഇതിൽ BJPയുടെ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ഇത് മമതാ ബാനർജിയുടെ ഒരു തടി തപ്പൽ രീതിയാണ്, അല്ലെങ്കിൽ ഈ ഒരു കേസ് അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ കൊൽക്കത്ത പോലീസിനുണ്ടായിട്ടുള്ള ഒരു വീഴ്ച, ആ വീഴ്ച മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മമതാ സർക്കാർ ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നതും ആദ്യഘട്ടത്തിൽ കൊൽക്കത്ത പോലീസിനുണ്ടായ വീഴ്ച അല്ലെങ്കിൽ മമതാ ബാനർജി നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിനുണ്ടായിട്ടുള്ള വീഴ്ച, അങ്ങനെയാണ് ഇത് ഈ പ്രതികൾ രക്ഷപ്പെടാനും അല്ലെങ്കിൽ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഒരു പ്രതി മാത്രമാണ് അറസ്റ്റിലായിട്ടുള്ളത്. ഇങ്ങനെ CBI അടക്കം ഇരുട്ടിൽ തപ്പേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ് എന്നുള്ളതാണ്. അത് സുപ്രീം കോടതി അടക്കം മമതാ ബാനർജിയെയും അല്ലെങ്കിൽ സർക്കാരിനെയും വിമർശിക്കുകയും വിദ്യാർത്ഥി പ്രക്ഷോഭം അടക്കം മമത രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം അടക്കം ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പ്രതിരോധ നടപടി എന്ന രീതിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഒരു പരിഹാര നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഒരു ബിൽ നിയമമാക്കാനുള്ള നടപടിക്രമങ്ങളുമായി മമതാ ബാനർജി മുന്നോട്ട് വന്നത്. പക്ഷേ അത് ഗവർണർ ഒപ്പിടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇപ്പോഴും കേന്ദ്രത്തിന്റെ ഒരു ആരോപണം എന്ന് പറയുന്നത് ഇപ്പോൾ കേന്ദ്ര നിയമം ശക്തമാണ്, അതിൽ ഭേദഗതി വരുത്തേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. കൂടാതെ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിന് മാത്രമായി ഇത്തരത്തിൽ ശിക്ഷാ നിയമങ്ങൾ മാറ്റി അമെൻമെന്റ് ചെയ്യാനാകില്ല എന്നുള്ളൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. അത് പശ്ചിമ ബംഗാൾ സർക്കാരിനെ അല്ലെങ്കിൽ മമതാ ബാനർജി സർക്കാരും ഗവർണറും തമ്മിലുള്ള CB ആനന്ദബോസും തമ്മിലുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് നയിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും ഇപ്പോൾ ഗവർണറുടെ അനുമതിക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. അതിൽ എന്താണ് ഉണ്ടാവുക, അടുത്ത നടപടികൾ എന്താണ് എന്നുള്ള കാര്യം കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. ശരി മേഘന.